ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ്ഗിൻ്റെ സ്നാക്കുമായിട്ടാണ്, എഗ് ഫിംഗേഴ്സ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എല്ലാ എഗ്ഗും പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ക്യാരറ്റ് നന്നായിട്ട് തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം നല്ല ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി ഓണിയനും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ താല്പര്യം എന്ന് വെച്ചാൽ അത് ചേർത്തി കൊടുക്കാവുന്നതാണ്. വെജിറ്റബിൾസ് ചേർത്തി കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആ വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റ് മുന്തി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല തിന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ നന്നായിട്ട് അറിയാതെ കഴിച്ചു പോകും. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പെപ്പർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സ്പൈസിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ വേണമെങ്കിലും ചേർത്തി കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് വെജിറ്റബിൾസും എഗ്ഗും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ എഗ്ഗിൻ്റെ ബാറ്റർ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ അല്ലെങ്കിൽ ഗീയോ ഓയിലോ നിങ്ങൾക്ക് ഏതാ താല്പര്യം എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ ആക്കി വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എഗ്ഗ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഒരു കുഴിയുള്ള പാത്രം എടുക്കാൻ നോക്കുക. നമുക്ക് കുറച്ച് തിക്കായിട്ട് വേണം ഈ എഗ്ഗ് കിട്ടാനായിട്ട്. അപ്പോൾ അതുപോലത്തെ പാത്രം എടുക്കാൻ നോക്കുക. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ എഗ്ഗ് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഞാനിത് ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന എഗ്ഗിനനുസരിച്ചിട്ട് അതിൻ്റെ വേവിൽ വ്യത്യാസം വരും. അപ്പം ഇടയ്ക്കൊന്ന് ഒരു സ്പൂണോ ഫോർക്കോ എന്തോ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് നീളത്തിൽ നമ്മളൊരു ഫിംഗറിൻ്റെ ആ ഒരു സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഈ ഒരു തിക്നെസ്സിലാണ് നമുക്കിത് ആയി കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ നീളത്തിലാണ് മുറിച്ചിട്ടുള്ളത്. ഇത് നമുക്കിനി സെൻറ്ററും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു സൈസിലാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വല്ല കുക്കി കട്ടർ അങ്ങനെ എന്തുണ്ടെങ്കിൽ അത് വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എരിവിനനുസരിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചേർത്തി കൊടുക്കാം. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്തി കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഓംലെറ്റ് ആദ്യം ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വേണ്ട ഉപ്പ് അതിലുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററിന് വേണ്ട ഒരു നുള്ള ഉപ്പേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിന്നായിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. നല്ല തിക്കാവാൻ പാടില്ല, ജസ്റ്റ് ആ ഫിംഗേഴ്സ് ഒന്ന് കോട്ടാവുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ എഗ് ഫിംഗേഴ്സും മൈദമാവിൻ്റെ ബാറ്ററിൽ ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മൈദമാവിൻ്റെ ബാറ്റർ അധികം തിക്കാവാതെ നോക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതലായിട്ട് നിൽക്കുന്ന ആ ബ്രെഡ് ക്രംസ് ഒന്ന് പോയി കിട്ടും. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണയിൽ ഇങ്ങനെ കരിഞ്ഞു പോവാതെ കിട്ടും നമുക്ക്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഈ മൈദമാവിൻ്റെ ബാറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ എഗ് വൈറ്റിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ താല്പര്യം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തെടുക്കുക. മൈദമാവിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിതെല്ലാതും ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓരോ ഫിംഗേഴ്സായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 ഭാഗം ഗോൾഡൻ കളറാവുന്ന രീതിക്ക് നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുക്കാവാൻ വേണ്ടിയിട്ട് അധികം ടൈമൊന്നും വേണ്ട, കാരണം ഇതിൻ്റെ എഗ്ഗ് നമ്മൾ ഓൾറെഡി നന്നായിട്ട് കുക്കായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പുറത്തെ ഈ ഒരു കോട്ടിങ്ങിൻ്റെ കളർ ചേഞ്ച് ആവുന്ന ഒരു ടൈം മാത്രം മതി. ഇപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. പെട്ടെന്ന് വല്ല ഗസ്റ്റൊക്കെ വന്നാലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണിത്. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് വെജിറ്റബിൾസ് കൂടുതലായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്